ഞാൻ IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഇയർ ബിടെക് സ്റ്റുഡൻ്റാണ്. ഞാൻ ഇവിടെ മൊഡ്യൂൾ എടുക്കാൻ പോകുന്നത് ഹൗ ഡു എ കമ്പ്യൂട്ടർ വർക്ക്, അഥവാ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗ ഡു എ കമ്പ്യൂട്ടർ വർക്ക്സ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ്. വിവരങ്ങൾ സൂക്ഷിക്കുവാനും സംസ്കരിച്ചെടുക്കുവാനും വേണ്ടിയുള്ള ഒരു വൈദ്യുത ഉപകരണമാണ് കമ്പ്യൂട്ടർ, അഥവാ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരം മുഖേന വിവരങ്ങൾ നടപടിക്ക് വിധേയമാക്കുന്ന ഒരു പ്രായോഗിക ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് യന്ത്രം ആണ്. കമ്പ്യൂട്ടറുകൾക്ക് വിഭിന്നങ്ങളായ അനേകം കഴിവുകളും ഉപയോഗങ്ങളുമുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് മുതൽ സൂപ്പർ കമ്പ്യൂട്ടർ വരെയുള്ള ഏതൊരു കമ്പ്യൂട്ടറിൻ്റെയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കമ്പനികളുടെ കണക്കുവിവര പട്ടികകൾ കൈകാര്യം ചെയ്യുന്നത് മുതൽ വ്യവസായ സംബന്ധമായ റോബോട്ടുകളെ നിയന്ത്രിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആധുനിക ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾക്ക് മുമ്പുണ്ടായിരുന്ന രൂപത്തേക്കാൾ കൂടുതൽ വേഗതയും കഴിവും ഉണ്ട്. മാത്രമല്ല, ഇവ വർഷം തോറും ശക്തി കൂടുകയാണ്. കയ്യിലൊതുങ്ങുന്ന PDA മുതൽ കോടാനുകോടി ഗണനങ്ങൾ നടത്താൻ പ്രാപ്തമായ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഗണത്തിൽപ്പെടുന്നു. മാത്രവുമല്ല, മൈക്രോ പ്രോസസ്സർ അടിസ്ഥാനമാക്കിയുള്ള യന്ത്ര സംവിധാനങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. ബൈനറി സംഖ്യാ സമ്പ്രദായത്തിന് കമ്പ്യൂട്ടറിൽ വിവരങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതും ഇതുതന്നെയാണ് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്നും പറയാം. കമ്പ്യൂട്ടറുകൾ പലതരത്തിലുള്ള പാക്കിങ്ങുകളിൽ ലഭ്യമാണ്. മുൻപുള്ള കമ്പ്യൂട്ടറും ഒരു വലിയ മുറിയുടെ അത്ര വലുപ്പമുണ്ടായി. മാത്രമല്ല, അങ്ങനെയുള്ളവ ഇപ്പോഴും ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾക്കും അഥവാ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വലിയ ഇടപാട് കൈകാര്യം ചെയ്യുന്നതിനും അഥവാ മെയിൻ ഫ്രെയിമുകൾ ഉപയോഗിക്കുന്നു. ഒരു ആളിൻ്റെ ഉപയോഗത്തിനുള്ള ചെറിയ കമ്പ്യൂട്ടറുകളും അഥവാ പേഴ്സണൽ നോട്ട്ബുക്ക് കമ്പ്യൂട്ടറുകളും ആയിരിക്കണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള രൂപങ്ങൾ. പക്ഷേ ഇന്ന് ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന രൂപം കമ്പ്യൂട്ടർ അഥവാ എംബഡഡ് സിസ്റ്റം ആണ്. അതായത് മറ്റൊരു യന്ത്രത്തെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ. യുദ്ധവിമാനങ്ങൾ മുതൽ ഡിജിറ്റൽ ക്യാമറ വരെയുള്ള യന്ത്രങ്ങൾ കമ്പ്യൂട്ടറുകൾ നിയന്ത്രിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. കാണാനും തൊട്ടുനോക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ അനുബന്ധ ഘടകങ്ങളായ കീബോർഡ്, മോണിറ്റർ, മൗസ് എന്നിവയും ഫ്ലോപ്പി ഡ്രൈവ്, CD ഡ്രൈവുകൾ, മദർ ബോർഡ് തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ക്യാബിനറ്റ് എന്നിവയും ഹാർഡ്വെയറിൽ ഉൾപ്പെടും. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഉപകരണങ്ങളെക്കുറിച്ചാണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനായി ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങളെയാണ് പൊതുവെ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് പല വിവരങ്ങളും കൈമാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ സമയം അതിനായി നാം കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡിവൈസ് അഥവാ ഒരു ഇലക്ട്രോണിക് ഉപകരണം കണക്ട് ചെയ്താൽ അത് ഇൻപുട്ട് ഉപകരണമായി മാറി. ഇന്ന് പല ആവശ്യങ്ങൾക്കായി പല ഇൻപുട്ട് ഉപകരണം ഉപയോഗിക്കുന്നു. പ്രധാനമായും അക്ഷരങ്ങൾ, ശബ്ദം, ചിത്രം, വീഡിയോ എന്നിവ നൽകാനാണ് മുൻകാലങ്ങളിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇന്ന് മറ്റ് ഉപയോഗങ്ങൾക്കും ഇവ സാധ്യമാക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇൻപുട്ട് ഡിവൈസായ കീബോർഡ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാനുള്ള ഉപകരണമാണ് കീബോർഡ്. വ്യത്യസ്തമായ കീബോർഡുകളിൽ ടൈപ്പ് റൈറ്റിംഗ് സമാനമായും അല്ലാതെയും കീകൾ ക്രമീകരിച്ചിരിക്കുന്ന കീബോർഡുകൾ ലഭ്യമാണ്. QWERTY കീബോർഡുകളാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. പ്രധാനപ്പെട്ട കീകൾ ആണ് ആൽഫ ന്യൂമറിക് കീകൾ, ഫംഗ്ഷൻ കീകൾ, ന്യൂമറിക് പാഡ്, ആരോ കീകൾ, സ്പേസ് കീകൾ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൗസ് എന്ന ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ്. മൗസ് എന്നാൽ കമ്പ്യൂട്ടറുകൾക്കുള്ള കയ്യിലൊതുങ്ങുന്ന പോയിന്റിംഗ് ഡിവൈസ് എന്നും ഇൻപുട്ട് ഡിവൈസ് എന്നും ആണ്. അത് കൈവെള്ളയിൽ ഒതുങ്ങുന്ന വണ്ണം രൂപപ്പെടുത്തിക്കൊണ്ട് ഒന്നോ അതിൽ കൂടുതലോ ബട്ടണുകളുള്ള ഒരു ചെറിയ ഉപകരണമാണ്. ഇത് ഒരു പരന്ന ഉപരിതലത്തിലാണ് സ്ഥാപിക്കുന്നത്. മൗസിൻ്റെ അടിവശത്ത് പരന്ന ഉപരിതലവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ചലനം നിർണ്ണയിക്കാനുള്ള ഒരു ഉപകരണം ഉണ്ട്. മൗസിൻ്റെ ചലനം
ഡിസ്പ്ലേയിലെ ഒരു ബിന്ദുവിൻ്റെ ചലനമായി വ്യാഖ്യാനിക്കുന്നു. വ്യത്യസ്ത തരം മൗസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൗസിന് ഉദാഹരണമാണ് വീൽ മൗസ്, ലേസർ മൗസ്, വയർലെസ് മൗസ് എന്നിവ. അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് മൈക്രോഫോൺ. മൈക്ക് എന്ന ചുരുക്കപ്പേരിലും ഇവ അറിയപ്പെടുന്നു. ഇന്ന് TV, ടേപ്പ് റെക്കോർഡർ, ടെലിഫോൺ, ചലച്ചിത്ര ക്യാമറകൾ, ശ്രവണ സഹായികൾ തുടങ്ങി ഒട്ടനവധി ഉപകരണങ്ങളിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വെബ് ക്യാമിനെയാണ്. കമ്പ്യൂട്ടറിൽ വീഡിയോ ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് വെബ്കാം. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് മൈക്രോഫോൺ. മൈക്ക് എന്ന ചുരുക്കപ്പേരിലും ഇവ അറിയപ്പെടുന്നു. ഇന്ന് TV, ടേപ്പ് റെക്കോർഡർ, ടെലിഫോൺ, ചലച്ചിത്ര ക്യാമറകൾ, ശ്രവണ സഹായികൾ തുടങ്ങി ഒട്ടനവധി ഉപകരണങ്ങളിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വെബ് ക്യാമിനെയാണ്. കമ്പ്യൂട്ടറിൽ വീഡിയോ ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് വെബ്കാം. ഇവ ഉപയോഗിച്ച് നമുക്ക് വേറൊരു വ്യക്തിയുമായി വീഡിയോ ചാറ്റ് നടത്താൻ സാധിക്കുന്നു. അടുത്തതായി സ്കാനർ. കടലാസ് പോലെയുള്ള വസ്തുക്കളിൽ രേഖപ്പെടുത്തിയ എഴുത്ത്, ചിത്രങ്ങൾ എന്നിവയെ തിരിച്ചറിഞ്ഞ് അവ കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൽ രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്നതിനുപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണമാണ് സ്കാനർ. പ്രകാശകിരണങ്ങളെ വൈദ്യുത കിരണങ്ങളാക്കി മാറ്റുന്ന സെൻസറുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്കാനറിൽ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ക്യാമറ, OMR, OCR, ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ എക്സെട്ര. അടുത്തതായി ഔട്ട്പുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് കമ്പ്യൂട്ടർ മോണിറ്റർ. കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാന ഔട്ട്പുട്ട് ഉപാധിയായി മോണിറ്ററുകൾ പലതരമുണ്ട്. കമ്പ്യൂട്ടർ പുറപ്പെടുവിക്കുന്ന ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നതിന് വിവിധ ഹാർഡ്വെയർ സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. കമ്പ്യൂട്ടർ മോണിറ്ററുകൾക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അഥവാ LCD. ഇന്ന് നിലനിൽക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും ജനപ്രിയം LCDകൾക്കാണ്. ഇവ വളരെ കനം കുറഞ്ഞതും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതോപകരണങ്ങളിൽ ഇവ പ്രയോജനപ്പെടുത്താറുണ്ട്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പീക്കർ. ചെറിയ ശബ്ദത്തെ ഉച്ചത്തിലാക്കുന്നതിനുള്ള ഉപാധിയാണ് സ്പീക്കർ. ശബ്ദ തരംഗങ്ങളെ അവയ്ക്കനുരൂപമായ വൈദ്യുത തരംഗങ്ങളാക്കിയും തിരിച്ചു മാറ്റാൻ കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിന്റർ. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ കടലാസിൽ പകർത്തി എടുക്കുന്നതിനുള്ള ഉപകരണമാണ് പ്രിന്റർ. പലതരം പ്രിന്ററുകൾ നിലവിലുണ്ട്. വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ചെറിയ പ്രിന്റർ മുതൽ വലിയ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന സെക്കൻഡിൽ അനേകം കോപ്പികൾ അടിക്കുന്ന പ്രിന്റർ വരെ, അവ്യക്തമായി വായിക്കാവുന്നവ മുതൽ കളർ ഫോട്ടോ പോലെ അതിവ്യക്തമായവ വരെ, ചെറിയ എഴുത്തുകടലാസ് വലിപ്പം മുതൽ വലിയ ബ്ലൂ പ്രിന്റുകൾ വരെ. പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്നിവ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെമ്മറി ഓർ സ്റ്റോറേജ്, റാം. കമ്പ്യൂട്ടറിൽ വിവരം അഥവാ ഡാറ്റ ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഉപാധിയാണ് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി. വിവരങ്ങൾ ക്രമരഹിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനാലാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന പേര് വന്നത്. ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരം റാമിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചെടുക്കാൻ കഴിയും. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൽ റാം റാൻഡം ആക്സസ് മെമ്മറി ഒന്നാം തരം മെമ്മറി ആയി ഉപയോഗിക്കപ്പെടുകയും ഹാർഡ് ഡിസ്ക് രണ്ടാം തരം മെമ്മറി ആയി ആണ് ഉപയോഗിക്കുന്നത്. കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഹാർഡ് ഡിസ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിവ ഹാർഡ് ഡിസ്കിൽ ആണ് സംഭരിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് CPU. കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഭാഗമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. ലളിതമായി പ്രോസസ്സർ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. മിക്ക കമ്പ്യൂട്ടറുകളിലും ഒറ്റ IC ചിപ്പിൽ ഒരുക്കിയ രൂപത്തിലായിരിക്കും CPU കാണപ്പെടുക. ഇത്തരം ചിപ്പുകളാണ് മൈക്രോ പ്രോസസ്സറുകൾ.
കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തികമാക്കുക എന്നതാണ് CPU-ൻ്റെ അടിസ്ഥാന ധർമ്മം. മനുഷ്യന് തലച്ചോറിനെന്ന പോലെ സമാനമായ പ്രവർത്തനമാണ് കമ്പ്യൂട്ടറിൽ CPU ചെയ്യുന്നത്. ഇതിൻ്റെ വേഗത, വലുപ്പം, പ്രവർത്തന രീതി എന്നിവയിൽ കാലത്തിനനുസരിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തതായി പറയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതി സർക്യൂട്ടുകളും ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങളും ആണ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഹാർഡ്വെയർ എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ഘടകങ്ങളായ ഭാഗങ്ങളാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ രണ്ടായി തരം തിരിക്കാൻ കഴിയും: PC ഘടകങ്ങളെന്നും പെരിഫറലുകളെന്നും. അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൽ ജോലികൾ ചെയ്തു തീർക്കുന്നതിനാവശ്യമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ നടപടിക്രമങ്ങളും ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള സമാഹാരമാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു: സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ളവ സിസ്റ്റം സോഫ്റ്റ്വെയറുകളായും നാം കാണപ്പെടുന്നു. വേർഡ് പ്രോസസ്സിംഗ്, ഇമേജ് വ്യൂവർ, വെബ് ബ്രൗസർ പോലെയുള്ളവ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളായും. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ആദ്യം റാമിലേക്ക് നിറയ്ക്കുന്നു. റാമിൽ നിന്നും നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി എടുത്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. അടുത്തതായി പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും പ്രവർത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ അതിൻ്റെ ജോലി ഏൽപ്പിച്ചു സഹായിക്കുകയും ഒരു ഇടനിലക്കാരനായി നിൽക്കുകയും ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS എന്നറിയപ്പെടുന്നത്. വേർഡ് പ്രോസസ്സർ, കമ്പ്യൂട്ടർ ഗെയിം തുടങ്ങി മറ്റുള്ള സോഫ്റ്റ്വെയർ ഘടകങ്ങൾക്കും കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, മെമ്മറി, ഫയൽ സിസ്റ്റം തുടങ്ങിയവയിലേക്കുള്ള ഇതിനിടയിലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് സാധാരണയായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം 3 പാളികളായാണ്. ഹാർഡ്വെയറിനെ നേരിട്ട് നിയന്ത്രിക്കുന്നവ അഥവാ സിസ്റ്റം യൂട്ടിലിറ്റീസും, യൂട്ടിലിറ്റികളുമായി സംവദിക്കുന്ന കേർണൽസും, അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. പ്രധാനമായും സെർവറുകളുടെ പ്രവർത്തനങ്ങൾക്കായി യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡെസ്ക്ടോപ്പ് രംഗത്തെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ് കൂടുതൽ ഉപയോഗം. അടുത്തതായി നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഉപയോക്താവ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയുടെ പൂർത്തീകരണത്തിനായാണ് കമ്പ്യൂട്ടറുകൾ കഴിവുകൾ നേരിട്ടും ശക്തമായും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപവിഭാഗമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്ന എന്നാൽ നേരിട്ട് ഉപയോക്തവുമായി ബന്ധപ്പെടാത്ത സോഫ്റ്റ്വെയറുകളായ സിസ്റ്റം സോഫ്റ്റ്വെയറിനു നേരെ വിപരീതമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ അർത്ഥത്തിൽ ആപ്ലിക്കേഷൻ എന്ന പദം സോഫ്റ്റ്വെയറിനെയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെയും പ്രതിനിധാനം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ചിലപ്പോൾ സോഫ്റ്റ്വെയർ പദം ഹാർഡ്വെയർ അല്ലാത്തവയെ കുറിക്കാൻ ഉപയോഗിക്കാറുണ്ട്. കമ്പ്യൂട്ടറിനെ നമുക്ക് കാണാനും തൊട്ടുനോക്കാനും ഒക്കെ പറ്റുന്ന ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിനെയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. അങ്ങനെ ഹൗ ഡു എ കമ്പ്യൂട്ടർ വർക്ക്സ് എന്ന മൊഡ്യൂളിൻ്റെ ഭാഗമായുള്ള ഈ ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.